അങ്ങനെ ആദർശ് നേരെ ചെറിയമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ജാനകിയുടെ അടുത്തേക്ക് നയനയും ഉണ്ട് കൂടെ. പോയിട്ട് ആദർശ് പറയുന്നുണ്ട്, ചെറിയമ്മേ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തായാലും ചെറിയമ്മ വിശ്വസിക്കില്ല, പക്ഷെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇത് ചെറിയമ്മയുടെ മോൻ്റെ ജീവിതമാണെന്ന് പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് മനസ്സിലായി. അനാമിക മോശക്കാരിയാണ്, അവളെ കൊള്ളില്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അനിയെ കൊണ്ട് നന്ദുവിനെ കെട്ടിക്കാനുള്ള പ്ലാനിങ് അല്ലേ, എല്ലാം ഇവളുടെ ബുദ്ധിയായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് അനാമികയുടെ അനിയുടെ വിവാഹമായിരിക്കും. ഞാൻ ഇന്നലെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് എൻ്റെ ശവസംസ്കാരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകി പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആദർശ് പറയാണ്, അതല്ല ചെറിയമ്മേ, ഞാൻ പറഞ്ഞ സത്യമായിട്ട് കാര്യമാണ്. ഇപ്പം എന്നെ പോലീസ് വിളിച്ചിരുന്നു. അന്ന് അവളെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് അന്വേഷിക്കായിരുന്നു. ഓ, അത് വേറെ ആരുമല്ല, അത് ഇവളുടെ അനിയത്തി കൂടിയാ. അനിയത്തിക്ക് കുറെ സുഹൃത്തുക്കളുണ്ടല്ലോ, അതും ആമ്പിള്ളാര്. അവന്മാരെല്ലാം കൂടി തരപ്പെടുത്തിയിട്ട് അവളെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞായിരിക്കും. എന്നിട്ട് മനഃപൂർവ്വം പോലീസുകാരൊക്കെ അന്വേഷിച്ച് ഇറങ്ങുമെന്ന് അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം രണ്ടുപേരും പോയി രക്ഷിക്കുന്നവർ അഭിനയിച്ചായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പോലീസുകാർ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം വെറും അരമണിക്കൂർ കൊണ്ട് ഇവരെങ്ങനെ സാധിച്ചെടുത്തേ? എല്ലാം അനാമിക എന്നോട് പറഞ്ഞു. അവൾക്ക് അവളുടെ സംശയത്തിൽ നന്ദുവിന് ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ അനാമിക എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ഞെട്ടലോട് കൂടിയിട്ട് നയന ആദർശിനെ നോക്കാണ്. ആദർശ് പറയാണ്, അവൾ പഠിച്ച കള്ളിയാ, അവൾക്കറിയാം ഏതൊക്കെ ഏത് വിധത്തിലാണ് ചെയ്യേണ്ടതെന്ന്. നീ അവളെ അങ്ങനെ കൂടുതൽ കുറ്റമൊന്നും പറയണ്ട, പഠിച്ചു കള്ളിയെ, നിന്റെ ഭാര്യ ഈ നിൽക്കുന്നവള് എന്നൊക്കെ പറയാണ് ജാനകി. ആദർശ് പറയാണ്, അല്ല ചെറിയമ്മ, ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ്. ഇപ്പം എന്നെ പോലീസ് ഇതാ വിളിച്ചിരുന്നു. പോലീസ് വിളിച്ചിട്ട് അന്ന് തട്ടിക്കൊണ്ടുപോയ ആളാണെന്ന് അന്വേഷിച്ചു. അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉപേന്ദ്രൻ എന്ന് പറഞ്ഞൊരു പലിശക്കാരനാണ് അത്. അങ്ങനെ അയാളെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത്, ഈ അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടി പണ്ട് മലേഷ്യയിൽ അങ്ങാണ്ട് ബിസിനസ് ആയിരുന്നു. അവിടെ ബിസിനസ് പൊളിഞ്ഞിട്ട് 5-6 കോടി രൂപ അവിടെ കടമാക്കിയിട്ട് അവിടുന്ന് മുങ്ങിയതാ. അങ്ങനെ പിന്നെ തമിഴ്നാട്ടിൽ എവിടെയാണ് പോയി താമസിച്ചു. അവിടുന്ന് കുറെ ക്യാഷുമായിട്ട് അവിടുന്ന് മുങ്ങി. പിന്നെ കേരളത്തിൽ വേറൊരു സ്ഥലത്തും താമസിച്ചു. അങ്ങനെ ലാസ്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ ബുദ്ധി എന്താണെന്ന് ചെറിയമ്മയ്ക്ക് അറിയാമോ? എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് അവർ നോക്കിയപ്പം ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബം ഇതാ. അങ്ങനെ ഈ കുടുംബത്തിൽ നിന്നും അവസാനമായിട്ടുള്ള അനിയെ എങ്ങനെ പ്രണയിക്കണം. അങ്ങനെ പ്രണയിച്ച് വലവീശി വീഴ്ത്തിയതിനു ശേഷം എങ്ങനെയെങ്കിലും അവനെ ഏൽപ്പിക്കാൻ പോവാണ് നമ്മൾ ഈ ബ്രാഞ്ചസൊക്കെ. ആ ബ്രാഞ്ചസൊക്കെ ഇവരും കൂടെ കൂടുതൽ നടത്തിയിട്ട് അവസാനം അനിയെ ഒഴിവാക്കി അവർക്ക് സ്വന്തമായിട്ട് ആ ബ്രാഞ്ച് എടുക്കാനുള്ള ഉദ്ദേശമാണ് അവരയിൽ എന്നൊക്കെ പറയണം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആരുടെ പറഞ്ഞത്? നിന്റെ ഭാര്യയോ? ചെറിയമ്മയെ സത്യമാണ് പറഞ്ഞത്. അവൾ പറഞ്ഞതല്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. എനിക്കറിയാം നിന്റെ ഫ്രണ്ടാണല്ലോ പോലീസ്, അതുകൊണ്ട് നീ പറഞ്ഞ എന്താണോ അതല്ലേ പോലീസും പറയുള്ളൂ. അപ്പോഴേക്കും ആ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ചെറിയമീട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അനാമിക അത്രമാത്രം വിഷം ചെറിയമീൽ കുത്തിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് നേരിട്ടെന്ന് പറഞ്ഞാൽ പോലും ചെറിയമ്മ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദർശേട്ടൻ ഈ കേസ് ഇവിടെ വെച്ച് വിട് എന്ന് പറയുന്നുണ്ട്. ഓ, എന്തൊരു ഉപദേശം അവളുടെ നിന്ന് കണ്ടില്ലേ ഈ കേസ് ഇവിടെ വെച്ചിടാന്. മനഃപൂർവ്വം എല്ലാം കെട്ടിയവനെ ഓതി കൊടുത്ത് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് എങ്ങനെ അനീതിനെ കൊണ്ട് വിവാഹം നടത്താൻ ശ്രമിച്ചിട്ട് ഒന്നും അറിയാത്ത പിള്ളയെ പോലെ അവൾ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ ജാനകി. ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതെന്നെ പറയണം, അല്ലാതെ നയനെ പറയണ്ട. അവൾ ഈ കാര്യത്തിൽ നിരപരാധിയാ, അതെനിക്കറിയാം. പിന്നെ ചെറിയമ്മ വിവാഹം നടത്താൻ പോവുകയാണെങ്കിൽ ചെറിയമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചെറിയമ്മയുടെ മോൻ്റെ ജീവിതം തകർക്കാനാ പോകുന്നത്. കാരണം അനിയെ അവൾ അങ്ങനെ സ്വീകരിക്കാനുള്ള ഉദ്ദേശമൊന്നുമല്ല. അനിയെ ഒഴിവാക്കിയിട്ട് അവൻ്റെ ആ ബ്രാഞ്ചുകൾ മാത്രം എടുക്കാൻ അവളുടെ ഉദ്ദേശം. അനി ഒരുപാട് വേദനിക്കും ചെറിയമ്മ, അത് ചെറിയമ്മ ഓർത്തൊന്ന് പറയുന്നുണ്ട്. ഇല്ലടാ, അനാമികയെക്കുറിച്ച് എനിക്കറിയാം. അവൾ വന്നാൽ ഈ കുടുംബം നല്ല രീതിക്ക് പോകും. എൻ്റെ മോനെ അവൾ പൊന്നുപോലെ നോക്കും. ഈ ഉള്ള വെറുപ്പും ദേഷ്യം ഒക്കെ മാറിക്കോളും. നിനക്ക് നിന്റെ ഭാര്യയുടെ എന്തൊരു വെറുപ്പായിരുന്നു, ഇപ്പം നീ അവളുടെ സ്ഥാനത്തുമ്പോഴല്ലേ നടക്കുന്നത്, അതുപോലെ തന്നെ അവനും ചെയ്തോ എന്നൊക്കെ പറയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ പൊന്നു ചെറിയമ്മ അവള്. എനിക്ക് മനസ്സിലായല്ല. ഇവളുടെ അനിയത്തിനും പ്ലാനിങ് ആയിരിക്കും എല്ലാം. എന്നിട്ട് ഇവളുടെ തള്ളയുടെ അതൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട്. നയന പറയാണ്, ഞാൻ പറഞ്ഞില്ല ആദർശേട്ടാ, എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും അത് എൻ്റെ തലയിലെ വീഴുള്ളെന്ന്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോടും ഒന്നും പറയണ്ടെന്ന്. നീ എന്തായി പറഞ്ഞേ? ആരോടൊന്നും പറയണമെന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ അനിയൻ ഞാൻ ഇതിന് വിട്ടുകൊടുക്കണോ? ഈ ഒരു കാര്യത്തിനൊക്കെ ഞാൻ എൻ്റെ അനിയനെ വിട്ടുകൊടുക്കണമെന്നാണ് നീ പറഞ്ഞത്. ആദർശേട്ടാ, പിന്നെ എന്താ ചെയ്യണ്ടേ? ആദർശേട്ടൻ പറ. ഇപ്പൊ തന്നെ ചെറിയ പറഞ്ഞു കേട്ടില്ലേ എല്ലാം നമ്മുടെ പ്ലാനിങ് ആണെന്ന്. ഇനി പോലീസ് ഒന്ന് നേരിട്ട് പറഞ്ഞാൽ പോലും ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ആദർശ് പറയണം, എനിക്ക് എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ആദർശൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്തായാലും മുത്തശ്ശൻ കല്യാണ സമയത്ത് അങ്ങോട്ടേക്ക് വരും. കല്യാണത്തിന് എന്തെങ്കിലും അലമുണ്ടായാലും മുത്തശ്ശന്റെ ജീവനത്തിന് ഇത് ബാധിക്കും. ആദർശേട്ടന് അതറിയാലോ. എനിക്കത് ആദർശേട്ടാ പേടി. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആദർശേട്ടാ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്ക്. നയനയും നന്ദുവും അനിയും ഈ പ്രണയത്തെക്കുറിച്ച് അവർ താമസിയാതെ മറന്നോളും. ഒരു 3-4 മാസം അവർ അതിനോട് സഫർ ചെയ്യേണ്ടി വരും. എങ്കിലും അതെല്ലാം പതിയെ മറന്ന് അനാമികമായിട്ട് ഒത്തുജീവിക്കാൻ ശ്രമിച്ചോളും. നീ എന്താ നയനി പറഞ്ഞേ? ഇത്രയൊക്കെ കേട്ട് നിനക്ക് വിവരം അങ്ങനെ സാധനമില്ലേ?
അനാമികമായിട്ട് എങ്ങനെ ജീവിക്കുന്ന? അവള് ശരിക്കും ജീവിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ വരുന്നവളാണെങ്കിൽ ശരിയാ നീ പറഞ്ഞ കാര്യമൊക്കെ. പക്ഷേ അവളുടെ ഉദ്ദേശമൊന്നും അല്ലല്ലോ. എങ്ങനെയെങ്കിലും വന്ന് ഇവിടെ ഉള്ളതൊക്കെ തകർത്ത് ഈ കൊട്ടാരവും ആ ബ്രാഞ്ചസൊക്കെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പോകാനല്ലേ അവളുടെയൊക്കെ ശ്രമം. എങ്ങനെ പോയാലും ആ 3 ബ്രാഞ്ചിലൂടെ നമുക്ക് ഏകദേശം 10-20 കോടി രൂപയുടെ മുടക്കുണ്ട്. അതെല്ലാം സ്വന്തമായ പിന്നെ അവർക്കൊന്നും അറിയണല്ലോ, സുഖമായിട്ട് ജീവിക്കാലോ. അതാ തള്ളയുടെയും തന്തയുടെയും മോളുടെയും പ്ലാനിങ് അതൊക്കെ നടത്തണമെന്നാണ് നീ പറഞ്ഞത്. അത് ചേട്ടാ, നമ്മൾ പറഞ്ഞിട്ടും പോലീസ് പറഞ്ഞിട്ടും പോലും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ വന്ന് മുത്തശ്ശനോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും മുത്തശ്ശന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ആദർശേട്ടൻ ഊഹിക്കാലോ. ഞാൻ പിന്നെ എന്താ ആദർശേട്ടാ പറയേണ്ടത്, എനിക്കറിയില്ലെന്നൊക്കെ പറയാണ്. ആദർശ് പറയാണ്, നീ സമാധാനപ്പെട്, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും, അല്ലാതെ ഈ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ചെറിയമ്മ പറഞ്ഞത് കേട്ടതല്ലേ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ചെറിയമ്മ ജീവനോണ്ടിരിക്കില്ല എന്ന് എനിക്ക് പേടി ആദർശേട്ടാ. വിവാഹം നടന്നില്ലെങ്കിൽ ചെറിയമ്മ, മുത്തശ്ശൻ എല്ലാവരും എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈശ്വര. ഏത് നിമിഷത്തിലാണോ എനിക്കും നന്ദുവിനും ഈ ഒരു പ്രണയം തോന്നിയത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നയനോടൊന്ന് പൊട്ടിക്കറിയാണ്. ആദർശ് പറയുന്നുണ്ട്, നീ ഒന്നോർത്ത് വിഷമിക്കേണ്ട. പ്രണയം അവളുടെ മനസ്സിലേക്ക് കടന്നു വരാന് അധിക സമയമൊന്നും വേണ്ട, അതിന് കാരണം വേണ്ട. നന്ദും അനിയും ഇത്രയും കാലം തിരിച്ചറിയാതെ ഇപ്പൊ തിരിച്ചറിഞ്ഞേ ഉള്ളൂ. അനി ഇന്ന് വരെ ആരെയും പ്രണയിച്ചിട്ടില്ല. ആദ്യമായിട്ട് പ്രണയിക്കുന്ന നന്ദുവിനെയാ. അപ്പൊ തന്നെ മനസ്സിലാക്കാം നന്ദു എത്രമാത്രം നല്ല കുട്ടിയാണെന്ന്. അതുപോലെ തന്നെ നന്ദു ഇതേവരെ ഒരു ആണുങ്ങളെ സ്നേഹിച്ചിട്ടില്ലല്ലോ. അവക്കും ആദ്യം ഇഷ്ടപ്പെട്ടത് അനീനെയാ. അതാ പറഞ്ഞ് രണ്ടുപേരും ക്യാരക്ടർ ഒരുപോലത്തെയാ. രണ്ടുപേരും ഒന്നിച്ചാല് അവരുടെ ജീവിതം ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കും. നമ്മളൊക്കെ ജീവിക്കുന്ന തന്നെ നമ്മുടെ ജീവിതം സന്തോഷമാകാൻ വേണ്ടിയിട്ടല്ലേ. വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആരെങ്കിലും വാശിക്കോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. എന്നും സന്തോഷത്തോടെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനല്ലേ. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിച്ചിട്ട് എന്തെടുക്കാനാ? നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ മുഹൂർത്തമൊക്കെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടറും ഏകദേശം സെയിമാ. പിന്നെ എനിക്ക് വേണ്ടി ഈശ്വരൻ കണ്ടെത്തിയ പെണ്ണ് നീ തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് പക്ഷെങ്കിൽ ഈശ്വരൻ വിധിച്ചിരുന്ന പെണ്ണ് നന്ദു തന്നെയാ. അതുകൊണ്ടാ ഈ സമയത്ത് ഞാൻ അറിഞ്ഞതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇതിന് മുടക്കം പറയരുത്. എങ്ങനെയെങ്കിലും ഞാൻ അനിയുടെയും അനാമികയുടെയും വിവാഹം മുടക്കും. നന്ദുവിനെ കൂടെ തന്നെ കെട്ടിക്കുമെന്നൊക്കെ പറയാണ്. നയന പറയാണ്, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല ആദർശേട്ടാ. ഞാനും എന്റെ ചേച്ചിയും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആദർശേട്ടനൊന്നും അറിയില്ലല്ലോ. ഞങ്ങൾ ഓരോ ദിവസം കഴിക്കുന്ന കുത്തുവാക്കളൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. കഴിക്കുന്ന ഓരോ ഫുഡിന് പോലും ഞങ്ങളുടെ കണക്ക് പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടാറുണ്ട്. അത് തന്നെ ആ അവസ്ഥ ഞങ്ങൾ അനിയത്തിക്ക് വരാൻ പാടില്ല. അവളും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാവും. ഞങ്ങൾ 3 പേരും ഈ വീട്ടിൽ ഒരേപോലെ ജയിലിൽ അടക്കപ്പെട്ട അവസ്ഥയാവും. എൻ്റെ അമ്മയച്ചും അത് ഓർത്ത് കണ്ണീര് കുടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ബന്ധത്തിൽ ഇത്ര എതിർക്കുന്നതെന്നൊക്കെ പറയാണ്. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇത്രയും കാലം നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനില്ലായിരുന്നു. പക്ഷെ ഇനി മുതൽ നിനക്ക് സപ്പോർട്ടായിട്ട് ഞാൻ എന്നും ഉണ്ടാവും. അതുകൊണ്ട് നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി എന്താവും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.